തോരൻ വെക്കാൻ എന്താണ്ടാ പൊന്നാങ്കണ്ണി ചീര. അതാണ് ഇന്നത്തെ തോരൻ. കുറച്ച് ഇതുണ്ട് സാമ്പാർ ചീര, രണ്ടും കൂടെ തോരൻ വെക്കാൻ നല്ലൊരു തോരനാക്കാം. ഇത് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ചീര നന്നായി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇലക്ക് എന്തെങ്കിലും പുഴുക്കേടുണ്ടോ പുഴുണ്ടോ എല്ലാം പുഴു കുറവാന്ന് അധികം ഉണ്ടാവില്ല, നല്ല ഇരയാണ്. അതുകൊണ്ട് വിത്ത് ഈ വെള്ള കുത്തിൽ ഈ പൂക്കളുണ്ടല്ലോ അതിൻ്റെ അതെല്ലാം ഒന്ന് നുള്ളിക്കളഞ്ഞ് എന്താ മൂത്താലേ മോശമില്ല, മൂത്താലിങ്ങനെ കറക്കും. ഇത് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ ചീരയെല്ലാം കഴുകി നല്ല ഇങ്ങനെ ആഞ്ഞ് വെച്ചിട്ടുണ്ട് പൊടിയായിട്ട്. പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റുമല്ലോ ഇങ്ങനെ ആഞ്ഞ് വെച്ചാൽ. കണ്ടല്ലേ, വേഗം ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ പിടിച്ചിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക്. ഉണ്ടല്ലേ, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കാം നമുക്ക്. എല്ലാം മുറിച്ച് കഴിഞ്ഞു. ഞാനിതിൽ ഉപ്പിട്ട് ഒരു കഷ്ണം ചുവന്നുള്ളിയും കൂടെ ഇതിൽ ഇട്ടിട്ട് തിരുമ്മി നോക്കട്ടെ. ഉപ്പ് തിരുമ്മി വെക്കട്ടെ. നന്നായി ഒന്ന് തിരുമ്മിയിട്ട് കാണിച്ചു തരാം കേട്ടോ. സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങ ഇതാ, വെളുത്തുള്ളി ഇതാ, ഇതൊന്ന് വേവിട്ട് പച്ചമുളകിൽ തന്നെ ഞാൻ മുറിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കത്തിക്കാം ആദ്യം തീ. കണ്ടില്ലേ, ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതെല്ലാം കുറഞ്ഞതാ. അല്ലേ, ഇതിൻ്റെ മണം ഉണ്ടല്ലോ, പറയാൻ കഴിയില്ല, അങ്ങനത്തെ മണമാണിത്. കണ്ടില്ലേ, നമുക്ക് തേങ്ങയും കൂടെ ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം. തേങ്ങയും വെളുത്തുള്ളി ഒന്ന് വെന്തോട്ടിന് ഇത്രേ പണിയിലും വെളിച്ചെണ്ണി നനച്ചു കൊടുത്താൽ മതി. താളിപ്പൊന്നും ഇതിന് വേണ്ട. ഒന്ന് നമ്മളിത് ഇളക്കി വലത്തിയിട്ട് അയാൾ തോരനായി. കണ്ടില്ലേ, വേറെ ഒന്നും വേണ്ട. ഈ ഇത്ര പോലെ ഇതിന് ഇലക്കറി കൊണ്ട് എത്രയും ഗുണമെന്ന് നമ്മൾ എത്ര ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് നമ്മൾ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നില്ലേ, അതിന് ഒരു സ്പൂണിൻ്റെ ഇത് ഗുണം കൂടെ കിട്ടില്ല നിങ്ങൾക്ക്. അതെല്ലാം ഓർത്തിട്ട് ഇനി ഹോട്ടൽ ഭക്ഷണം എപ്പെങ്കിലും ആവാം, സ്ഥിരം പറ്റുന്നത്ര ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കി നാടൻ ഭക്ഷണം കഴിക്കാൻ ഞാനങ്ങനെ പറയലും. കുറേ രോഗം ഒഴിവാക്കുക, ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുക. രോഗപ്രതിരോധ ശേഷി കിട്ടും. പച്ചക്കറി, ഇലക്കറി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കുക, ഉണ്ടാക്കി കഴിക്കുക. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കുക, കൃഷി ചെയ്തൊന്നുമല്ല പറമ്പെന്ന് പറിച്ചെടുക്കുന്നത്. അല്ലേ, ഏറ്റവും രുചികരമായ തോരനായത്. രുചിയൊന്നുണ്ടല്ലോ, നാടൻ ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നവർക്ക് ഇതിൻ്റെ എല്ലാം രുചി അറിയും, മറ്റുള്ളവർക്ക് അറിയില്ല. കുറേ മസാലയും കുറേ മണക്കുന്ന മണവും അതെല്ലാം കൂടെ ഏടെ ഇതിൻ്റെ രുചി അറിയൽ അവർക്ക് അതേ വേണ്ടു. അതാരായാലും അങ്ങനെ തന്നെ. ഇപ്പം വളരുന്ന കുഞ്ഞക്കെല്ലാം അതല്ലേ വേണ്ടു. പക്ഷേ ഈ നമുക്ക് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ രോഗമില്ലാണ്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ച് ശീലിച്ചാൽ പിന്നെ നമ്മൾ ഇതിന് കൊതി വരും. നമുക്ക് ഇത് വേണമെന്നില്ല ഇത് തോന്നും. നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സ്പൂണെങ്കിലും നമ്മൾ ഉണ്ടാക്കി. ഇപ്പോൾ സ്കൂളുകളിലെല്ലാം കാണുന്നില്ലേ, എല്ലാം കഴിക്കുന്നില്ലേ, കഴിക്കാതെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് ചോറിന് എല്ലാ കറിയാക്കിയിട്ട് എല്ലാ കറിയും കുഞ്ഞുങ്ങൾ കൂട്ടുന്നുണ്ട്. നമ്മൾ ആക്കി കൊടുക്കാത്ത ഒറ്റ കുറവാണ്. ഉണ്ടല്ലേ, കടയിൽ നിന്ന് വാങ്ങാണ്ട് ശുദ്ധമായ ഭക്ഷണം ആക്കിയിട്ട് നമ്മൾ കൊടുക്കാൻ നമ്മൾ പെണ്ണുങ്ങൾ തന്നെ മെനക്കെടണം, എന്നാലേ ആവൂല. ഒരുപാട് രോഗത്തിന് ചികിത്സിച്ചാൽ നമ്മൾ ഒരുപാട് രോഗം അതിൻ്റെ കൂടെ വരും. അതുകൊണ്ട് നമ്മൾ പറ്റുന്നത്ര ഇങ്ങനെയെല്ലാം ചെയ്ത് നോക്കുക. നമ്മളെ തോരനായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ തോരൻ കണ്ടില്ലേ. നമ്മൾ തോരൻ റെഡിയായിട്ടുണ്ട്. കഞ്ഞി കുടിക്കട്ടെ കേട്ടോ. ഒരു അച്ചാറും തോരനും ഉണ്ടായാൽ നല്ല കഞ്ഞി കുടിക്കാം നമുക്ക്.